ഹായ്, വെൽക്കം ടു സാറാസ് മഷ്റൂം. മഷ്റൂം കൾട്ടിവേഷന് തന്നെ ഏറ്റവും ബേസിക് സ്റ്റെപ്പാണ് മഷ്റൂം ബെഡ് പ്രിപ്പറേഷൻ. ഇന്ന് നമ്മൾ പെല്ലറ്റ് വെച്ച് ബെഡ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് ആവശ്യം 2 കിലോ പെല്ലറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ്, തിളച്ച വെള്ളം, അതാണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 2 കിലോ പെല്ലറ്റ് നമ്മൾ 1 കിലോ വെച്ച് ഓരോ PP കവറിലേക്ക് എടുക്കുക. അതിലേക്ക് നമുക്ക് 10 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കാൽസ്യം കാർബണേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഒരു ന്യൂട്രൽ pH ആണ് നമുക്ക് മഷ്റൂം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കിണറ്റിലെ വെള്ളമാവാം, അല്ലെങ്കിൽ ബോർവെല്ലിലെ വെള്ളമാവാം, അല്ലെങ്കിൽ പൈപ്പ് കണക്ഷൻ വഴിയിട്ടുള്ള വെള്ളമായിരിക്കും. അങ്ങനെ പല സോഴ്സ് ഓഫ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിൽ pHൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ പെല്ലറ്റിലേക്ക് 10 ഗ്രാം കാൽസ്യം കാർബണേറ്റ് എന്ന അളവിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1.5 ലിറ്റർ തിളയ്ക്കുന്ന വെള്ളം നമ്മൾ ഈ കവറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതങ്ങനെ തന്നെ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. 8 തൊട്ട് 12 മണിക്കൂറിന് ശേഷം നമുക്ക് ബെഡ് പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ബെഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് മഷ്റൂം ബെഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഓൾറെഡി തലേദിവസം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ബെഡ്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാക്കറ്റ് സ്പോൺ, സാനിറ്റൈസർ, മൈക്രോപ്പോ ടേപ്പ്, പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്, ഒരു ബ്ലേഡ്, ഒരു പെർമനന്റ് മാർക്കർ. ഇത്ര ഐറ്റംസാണ് നമുക്ക് ബെഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ബെഡ് ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് വിത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബെഡ് നല്ല രീതിയിൽ ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. ദെൻ കവർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൈ വെച്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. നന്നായി പെല്ലറ്റ് ഉടച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ കോർണേഴ്സ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. നമുക്ക് നോർമലി കടകളിൽ നിന്ന് PP കവർ വാങ്ങിക്കുമ്പോൾ ഈ ടൈപ്പ് കവറായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനത്തെ കവർ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ അടിവശം ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മതി. നല്ല രീതിയിൽ ടൈറ്റാക്കി എടുക്കുക. റബ്ബർ ബാൻഡ് വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് കയ്യിലെടുക്കുക. നന്നായി ചെക്ക് ചെയ്യുക. ഔട്ട് സൈഡിൽ എന്തെങ്കിലും കളേഴ്സോ സ്പോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇത് ഉടച്ച് നോക്കുക. ഉടയ്ക്കുമ്പോഴും ഇൻസൈഡ് ഉള്ളിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള കളർ ചേഞ്ചസുകളോ സ്പോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഇത് ഹെൽത്തി ആയിട്ടുള്ള സ്പോണാണ്. ഇതിൽ വേറെ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ കണ്ടാമിനേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വെച്ച് നമുക്ക് 2 ബെഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള പാക്കറ്റിലേക്ക് 1/2 പാക്കറ്റ് വിത്തിട്ട് കൊടുക്കാം. ഇതിൽ പകുതി പാക്കറ്റ് വിത്താണ് ഒരു പാക്കറ്റ് പെല്ലറ്റിലേക്ക് ഇടേണ്ടത്. ബാക്കിയുള്ളത് ഈ കവറിൽ തന്നെ അടച്ചു വെക്കുക. അടുത്ത ബെഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വിത്തിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് സൈഡുകളിലേക്ക് ആയിട്ട് വരും. അതിന് നമുക്ക് താഴത്തേക്കും കൂടി ഇറക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വിത്ത് കിടക്കുന്ന എവിടെയാണ് അതിൻ്റെ തൊട്ട് താഴെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കവർ ഇങ്ങനെ അനക്കി കൊടുക്കുക. ഓക്കെ, എല്ലാ വശങ്ങളിലും വിത്ത് എത്തിക്കഴിഞ്ഞുമ്പോൾ നമുക്ക് ഈ ബെഡ് ടൈ ചെയ്തിട്ട് കട്ട് ചെയ്ത് മൈക്രോപ്പോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 2 റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം. മാക്സിമം ടൈറ്റ് ആക്കിയിട്ട് ബെഡ് കെട്ടണം. ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഷ്റൂം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ അത് മര്യാദയ്ക്ക് ഗ്രോ ചെയ്യാൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊന്നും വരില്ല. അപ്പോൾ മാക്സിമം ടൈറ്റ് ആയിട്ട് റബ്ബർ ബാൻഡ് കെട്ടി കൊടുക്കുക. മാക്സിമം ടൈറ്റായി ബെഡ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യേണ്ടത് നല്ല സ്റ്റെറൈലായിട്ടൊരു ബ്ലേഡ് വെച്ച് 4 കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നൊരു ബ്ലേഡ് അതൊന്ന് സാനിറ്റൈസ് ചെയ്യാം. അതിനുശേഷം
4 വശങ്ങളിലായിട്ട് കട്ടിട്ട് കൊടുക്കുക. ആ കട്ട് ചെയ്തതിന് മുകളിൽ തന്നെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ മൈക്രോപോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ എക്സ്ചേഞ്ച് നടക്കും, നല്ല രീതിക്ക് എക്സ്ചേഞ്ച് നടക്കും. അതേസമയം മറ്റുള്ള കണ്ടാമിനേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉറുമ്പോ പ്രാണികളോ ഒന്നും അതിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ 4 വശങ്ങളിലായിട്ട് നമ്മൾ കട്ടുകൾ ഇട്ട് കൊടുത്തു. ഇനി ഇത് എന്നാണ് ചെയ്തതെന്നുള്ള ഡേറ്റ് ഒരു പെർമനന്റ് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളൊരു വെറൈറ്റി വിത്ത് ട്രൈ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് ഈ ബെഡിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മൾ കുറേ ബെഡുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്ന് ചെയ്തതാണോ അല്ലെങ്കിൽ ഇത് ഏത് വെറൈറ്റിയോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു ബെഡിൽ നിന്ന് നമുക്ക് 3.5 മാസ കാലയളവിൽ 1 കിലോ തൊട്ട് 1.5 കിലോ വരെ മഷ്റൂം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതല്ലെങ്കിൽ നല്ല ക്ലൈമറ്റിക് കണ്ടീഷൻസും ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ബെഡിൽ നിന്ന് 1 കിലോ തൊട്ട് 1.5 കിലോ വരെ കൂണുണ്ടാക്കാൻ പറ്റും. ഇത് ആദ്യത്തെ 15 ദിവസം തൊട്ട് 18 ദിവസം വരെ ഡാർക്ക് കണ്ടീഷനിലാണ് വെക്കേണ്ടത്. അത് നമ്മളിപ്പോൾ 1-2 ബെഡുകൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ അകത്ത് എയർ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കാം. അതെല്ലാം നിങ്ങളൊരു ഷെഡായിട്ട് ചെയ്യുന്നെങ്കിൽ ആദ്യത്തെ 15 ദിവസം അല്ലെങ്കിൽ 18 ദിവസം സ്പോൺ റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതിനുശേഷം 18 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ മൈസീലിയം ഗ്രോത്ത് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നല്ല രീതിക്ക് വെള്ള കളറിൽ മൈസീലിയം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബെഡിൽ നമ്മൾ ഈ ഒട്ടിച്ചു കൊടുത്ത ടേപ്പ് പറിച്ച് കളയുക. അത് കഴിഞ്ഞ് നല്ലൊരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് എല്ലാ വശങ്ങളിലേക്കും വെള്ളം എത്തുന്ന രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു ഹൈടെക് ഫാമോ അല്ലെങ്കിൽ ഫാമിലാണെങ്കിൽ ആ ഫാമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 25-ാമത്തെ ദിവസം അല്ലെങ്കിൽ 22 തൊട്ട് 25 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഹാർവസ്റ്റ് കിട്ടും. അവിടെ നിന്ന് 10 തൊട്ട് 15 ദിവസം വരെയുള്ള റെഗുലർ ഇൻ്റർവെൽസിൽ നമുക്ക് 3-4 തവണകളായിട്ട് ഈ പറയുന്ന 1 കിലോ തൊട്ട് 1.5 കിലോ വരെ മഷ്റൂം കിട്ടും.